മലപ്പുറം ജില്ലയിലെ ദേശീയപാത വികസനം അടുത്ത ഏപ്രിൽ മാസത്തോടെ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ദേശീയപാത 66 മലപ്പുറം ജില്ലയിലെ 2 സ്ട്രെച്ചുകളുടെ നിർമ്മാണം അടുത്ത വർഷം ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള ഒരു സ്ട്രെച്ചിന്റെ പ്രവൃത്തിയും ഇതോടൊപ്പം തീരും. ബാക്കി പ്രവർത്തികൾ കൂടി പൂർത്തിയാക്കി 2025 ഡിസംബർ മാസത്തോടുകൂടി കാസർഗോഡ് മുതൽ എറണാകുളം വരെ 45 മീറ്റർ വീതിയുള്ള 6 വരി ദേശീയപാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാകുമെന്ന് മന്ത്രി പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ 2 സ്ട്രെച്ചാണുള്ളത്. 2 സ്ട്രെച്ച് കൂടി ഏകദേശം 75ഓളം കിലോമീറ്ററാണ് വരുന്നത്. ഈ 2 സ്ട്രെച്ചിൻ്റെയും പ്രവൃത്തി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തീകരിക്കാനാകും. 2025 ഏപ്രിൽ കഴിയുന്നതോടുകൂടി മലപ്പുറം ജില്ലയിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പറ്റുമെന്നത് വളരെ സന്തോഷകരമായ വാർത്ത നമുക്ക് പുറത്തുവിടാൻ പറ്റും. ജനങ്ങൾക്ക് ഇതേറെ ആശ്വാസകരമാണ്. മലയാളിയുടെ ചിരകാല സ്വപ്നമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 6 വരി 45 മീറ്റർ വീതിയുള്ള റോഡ്. LDF സർക്കാർ വന്നതിന് ശേഷം ഇതിന് ഫണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുടങ്ങിപ്പോയ പദ്ധതിയാണ്. 5600ഓളം കോടി രൂപ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെൻറ്റും ഇതിനു വേണ്ടി ചെലവഴിച്ചു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചു. ഇപ്പോൾ മരം മുറിക്കുന്ന പ്രശ്നം കേരളത്തിലെ വനം വകുപ്പ്, വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട പ്രശ്നം, വൈദ്യുതി പോസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പ്, മെറ്റീരിയലിൻ്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വ്യവസായ വകുപ്പ്, അതുപോലെ ഭൂമി ഏറ്റെടുക്കൽ റവന്യൂ വകുപ്പ്, പ്രാദേശിക പ്രശ്നങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പിന്നെ പൊതുവെ ഇതിൻ്റെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നതിന് പൊതു മരാമത്ത് വകുപ്പ്. ഇങ്ങനെ എല്ലാ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കുന്നു. നല്ല നിലയിൽ 500ഓളം കോടി രൂപ ഈ ജില്ലയിൽ മാത്രം ഇതിൻ്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പണം ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല പ്രോഗ്രസ്സാണുള്ളത്. 2025 നമുക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന വർഷമാണ്. കാരണം മലപ്പുറം ജില്ലയിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ 6 വരി 45 മീറ്റർ വീതിയുള്ള NH66 യാഥാർത്ഥ്യമാണ്. അതും ഏപ്രിൽ മെയ് മാസത്തോടുകൂടി നമുക്ക് എന്തായാലും മഴക്കാലത്തിന് മുമ്പ് മലപ്പുറം ജില്ലയിലെ പ്രശ്നം പരിഹരിക്കാൻ. കാസർഗോഡ് മുതൽ ഏറെക്കുറെ തൃശ്ശൂർ വരെ വളരെ വേഗത്തിൽ തീരും. പിന്നെ 1-2 ചെറിയ വിഷയങ്ങളാണ്. എല്ലാം പരിഹരിച്ച് നമുക്കൊരു 2025 ഡിസംബറോടുകൂടി ഏറെക്കുറെ നമുക്ക് NH66 എന്നുള്ള സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാനാകും. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൻഹ ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ തിരൂർ.